മാഞ്ചസ്റ്ററിൽ മറ്റൊരു മലയാറ്റൂർ ഒരുക്കി മലയാളി ക്രിസ്ത്യാനിയുടെ യശസ് ഉയർത്തിയ ജ്ഞാനായക്കാരുടെ സ്വന്തം ഫാദർ സജി മലയിൽ പുത്തമരയിൽ. വെൽക്കം ഫാദർ. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ജ്ഞാനായ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം. ഇന്ന് ഈ ദിവസത്തെ ഇത്രയും മനോഹരമാക്കുവാൻ, വിജയപ്രദമാക്കുവാൻ, പ്രൗഢഗംഭീരമാക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന, സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, യൂണിറ്റ് ഉൾപ്പെടെ, അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. AD 345 കേരള സഭയിൽ, ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും നമ്മുടെ സമൂഹം നൽകിക്കൊണ്ടിരുന്ന സംഭാവനകൾ, വിലമതിക്കാനാവാത്ത സംഭാവനകൾ, അത് തുടരട്ടെ. അത് ഇംഗ്ലണ്ടിൽ ഇവിടെയുള്ള മലയാളി സമൂഹം ഉൾപ്പെടെ, കത്തോലിക്ക സമൂഹം ഉൾപ്പെടെ, ഇംഗ്ലീഷുകാരുൾപ്പെടെ, ഇംഗ്ലണ്ടിലെ എല്ലാ കത്തോലിക്ക സമൂഹത്തിനും നമ്മളുടെ തർക്കമറ്റ വിദഗ്ധമായ, മനോഹരമായ, ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകുന്ന ആ മിഷണറി ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് UKKCയുടെ സഭാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ദിവസത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ രൂപതയിൽ ബഹുമാനപ്പെട്ട, നമുക്ക് അഭിമാനിക്കുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന 5 പിതാക്കന്മാരുണ്ട്. അതിൽ മിഷണറി രൂപതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 പിതാക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മറ്റ് 2 പിതാക്കന്മാർ അഭിമന്യ കുന്നശ്ശേരി മെത്രാപ്പോലിത്തയും മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലിത്തയും മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവുമാണ്. അവർക്ക് കുന്നശ്ശേരി പിതാവ് നിങ്ങൾക്കറിയാം, യാത്രകൾ ഇപ്പോൾ ചെയ്യുന്നില്ല. എന്നാൽ മൂലക്കാട്ട് പിതാവും പണ്ടാരശ്ശേരി പിതാവും ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. അതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല. ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ അവർ വ്യാപൃതരായിരിക്കുന്നത് കൊണ്ടാണ്. അതായത് സീറോ മലബാർ സഭയുടെ സിനഡ് എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സീറോ മലബാറിലെ ബിഷപ്പുമാരെന്ന രീതിയിൽ നിർബന്ധമായും അതിൽ അവർ സമ്മതിക്കണം. സഭാത്മക പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഭാഗമാണ്. അവരിവിടെ ഇല്ലെങ്കിലും അവരുടെ ആത്മാവ്, മനസ്സ് ഇവിടെയാണ്. നമുക്ക് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും അവർ നമുക്കായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് മാറുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഒരു പക്ഷേ ചുരുക്കം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകാം. ചിലർ ചോദിക്കും, അച്ഛൻ മനഃപൂർവ്വം ഒരു കാര്യം വിട്ടുകളഞ്ഞല്ലോ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാം, കഴിഞ്ഞ 7ാമത് നമ്മുടെ UKKCയുടെ, അതായത് കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ ഒരു കാര്യം ഞാൻ ഓഫർ ചെയ്തിരുന്നു. സ്വർണ്ണപ്പതക്കം അല്ലേ? അതെ, അത് മറ്റൊന്നുമല്ല, ഓർമ്മ പുതുക്കുകയാണ്, നിങ്ങളെ ഒന്നുകൂടി ത്രസിപ്പിക്കുകയാണ്. അതായത് വെല്ലുവിളി നിങ്ങൾക്ക് തരികയാണ്. 5 കുട്ടികൾ ഉണ്ടാകുന്ന കുടുംബത്തിന് 2 പവൻ്റെ സ്വർണ്ണപ്പതക്കം, അത് ഇംഗ്ലണ്ടിലല്ല, ലോകത്തിൽ എവിടെയുമാണെങ്കിലും ശരി, ജ്ഞാനായ സമുദായത്തിൽ നിന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതാണ് എന്ന് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജ്ഞാനായ സമുദായത്തെയും കത്തോലിക്ക സഭയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം നാട്ടിലൊരു കുടുംബത്തിന് 5 കുഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരിന്ന് ഈ വേദിയിൽ വരുവാൻ, അല്ലെങ്കിൽ പരസ്യമായ രംഗത്ത് വരുവാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്ന് വേദിയിൽ ആ സ്വർണ്ണപ്പതക്കം കൊടുക്കുന്നില്ല. എന്നാൽ ഞാൻ വീണ്ടും ആ ഓഫർ പുതുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്ത് വെല്ലുവിളികളെയും ഏറ്റെടുക്കുന്ന ജ്ഞാനായ സമുദായം, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ എല്ലാ കഴിവുമുള്ള ജ്ഞാനായ സമുദായത്തിലെ ഓരോ ദമ്പതികൾക്കും വീണ്ടും ഞാൻ ഓഫർ ചെയ്യുകയാണ്. 4 കുഞ്ഞുങ്ങൾ, അത് കുതിരപ്പവനാണ്, ഞാനല്ല അത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 5 കുട്ടികളാകണം. 5 കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ആ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ വെച്ച് ഓരോ നമ്മുടെ നാഷണൽ കൺവെൻഷനിൽ വെച്ച് സ്വർണ്ണപ്പതക്കം ഒന്ന് കൊടുത്താൽ വീണ്ടും കൊടുക്കില്ല, ഓരോ വർഷത്തെ ആളുകൾക്ക് തീർച്ചയായും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നിങ്ങൾക്കായി ആശംസിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ പുറകിൽ മേക്കപ്പെട്ട സ്റ്റേജിൽ അടിച്ചു പൊളിക്കുവാനായി നിൽപ്പുണ്ട്. അവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ വിജയങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരണത്തിനായി സീറോ മലബാർ സഭയുടെ ബർമിംഗ്ഹാം രൂപതയുടെ കോർഡിനേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ അരീക്കാട്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയ കൂട്ടുകാരെ,
കേരള ജനതയ്ക്ക് മുഴുവൻ കുടിയേറ്റം എന്ന് പറയുന്ന വലിയ ഒരു ധൈര്യമുള്ള വഴി വെട്ടി തുറന്നത് നിങ്ങളാണ്. കേരളത്തിൽ നിന്ന് പുറത്ത് നമ്മുടെ സംസ്കാരം ലോകത്തെമ്പാടും പ്രചരിപ്പിക്കാൻ നിങ്ങൾ കാരണമായി. കേരളത്തിലേക്ക് സാമ്പത്തികമായും സാംസ്കാരികമായും ഒരുപാട് കാര്യങ്ങൾ ഒഴുകുവാൻ നിങ്ങൾ കാരണമായി. നിങ്ങളുടെ രക്തത്തിൽ തന്നെയുള്ളതാണ് മനോഹരമായ സംഘടനാ വൈദഗ്ധ്യം. അത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ ആത്മാർത്ഥമായി അഭിമാനിക്കുകയും ഏതെങ്കിലും രീതിയിൽ എനിക്ക് ബെർമിംഗ്ഹാമിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുമെങ്കിൽ അത് പൂർണ്ണമായും ചെയ്യുമെന്ന് വാക്ക് തന്നുകൊണ്ടും ഈ സമൂഹത്തിന് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ഈ സമൂഹം അതിശക്തമായി വളരട്ടെ, ഈ സമൂഹത്തിലേക്ക് ധാരാളം മക്കളും സാമ്പത്തികമായ ഉയർച്ചയും നല്ല ജോലിയും നല്ല താമസവും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ കർമ്മങ്ങളിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആത്മാർത്ഥമായി നന്ദി പറയുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്യങ്ങളെ പിന്നിലൊളിപ്പിച്ച കൊച്ചു ചൂരലും ചുണ്ടിലൊളിപ്പിച്ച കൊച്ചു ചിരിയുമായി നമ്മുടെ സ്വന്തം എസ്തപ്പാൻ കോളേജിന്റെ വരാന്തകളെ സജീവമാക്കിയ നമ്മുടെ എല്ലാം ഗുരുനാഥൻ ഫാദർ ലൂക്ക് പുതിയകുന്നേൽ, UKKC-യുടെ പ്രസിഡന്റ് മിസ്റ്റർ സിറിൽ പടപൊരിക്കൽ, ഇന്നത്തെ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥി, അഭിമന്യ പിതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന വൈദികരെ, വിശിഷ്ട അതിഥികളെ, ഞാനിവിടെ ഈ സ്റ്റേജിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വളരെ ഒന്നും അപരിചിതരല്ല. കാരണം ഞാൻ സേവനമനുഷ്ഠിച്ച കോളേജിലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ UK-യിൽ വരികയും അവരുടെ ജീവിതം ഭംഗിയാക്കി തീർക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നതിലും അവരോട് സംസാരിക്കുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നുള്ള കാര്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വന്നതിന് ശേഷം പലരെയും കണ്ടപ്പോൾ ഞാൻ കോളേജിലെ വടി ഉപയോഗിച്ചിരുന്നു. ആ വടിയുടെ ചൂട് കൊണ്ടാണ് ഈ UK-യിൽ ഇവിടെ ഇത്രമാത്രം ആളുകൾ വന്നതെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഈ UK-യിലെ കുടിയേറ്റത്തിന് കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഇവിടെ വരാൻ സാധിക്കുമായിരുന്നില്ല. അതിനൊരു എളിയ സേവനം അനുഷ്ഠിക്കാൻ എനിക്ക് സാധിച്ചതിൽ കൂടുതൽ അഭിമാനമുണ്ട്, കൂടുതൽ സന്തോഷമുണ്ട്, കൂടുതൽ സംതൃപ്തിയുണ്ടെന്ന് ആമുഖമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ കുടിയേറ്റ സമൂഹമാണ് ക്നാനായ സമൂഹം. ഈ കുടിയേറ്റ സമൂഹം വാസ്തവത്തിൽ മിഷണറി ഉദ്ദേശത്തോടു കൂടി മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ കുടിയേറിയതുപോലെ നിങ്ങൾക്കും വലുതായ ഒരു ചുമതലയുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം പാശ്ചാത്യ സംസ്കാരം വളരെ അധികം താഴ്ന്നുപോയിരിക്കുന്നു. ആ സംസ്കാരത്തിനെ മൃതപ്രായമായൊരു സംസ്കാരമായി തീർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് ക്നായിത്തോമായുടെ ആഭിമുഖ്യത്തിൽ കുടിയേറി സഭയ്ക്ക് ജീവവായു കൊടുത്തതുപോലെ തന്നെ ഇവിടെയുള്ള സമൂഹത്തിന് തീർച്ചയായും ജീവവായു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ആശംസിക്കുകയാണ്. ഈ അവസരത്തിൽ ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതുപോലെ പ്രസിദ്ധനായ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ വീട് സ്പ്രിംഗ്ഫീൽഡിലാണ്. അതിലെ കടന്നുപോയ ഒരു കറമ്പിപ്പെണ്ണിൻ്റെ എളിയിലൊരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. രാത്രിയിൽ കടന്നുപോയപ്പോൾ ആ കൊച്ചുകുട്ടിയോട് പറഞ്ഞു, ഇദ്ദേഹമാണ് നമുക്കൊക്കെ സ്വാതന്ത്ര്യം നൽകിയ വ്യക്തി. ആ വീട്ടിലൊരു ദീപം കത്തുന്നുണ്ടായിരുന്നു. അപ്പം കുട്ടി ചോദിച്ചു, എബ്രഹാം ലിങ്കൻ കൊളുത്തിയ ദീപമാണോ ഈ വീട്ടിൽ ഇപ്പോഴും കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ, അദ്ദേഹം കൊളുത്തിയ ദീപം അല്ലെങ്കിൽ പോലും അദ്ദേഹം ലോകത്തിൻ്റെ ഒരു പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങളുടെ UK-യിലെ പ്രകാശമായി മാറട്ടെ, ഈ ഭൂമിയുടെ ഉപ്പായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എന്നെ ഇതിന് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രകടനവും നിങ്ങളുടെ ഈ യോജിപ്പും നിങ്ങളുടെ ഈ ഒന്നിപ്പും നിങ്ങളുടെ ഈ വികാരവായ്പും എന്നും നിലനിന്നുകൊണ്ട് യാതൊരുവിധ വിവേചനയും കൂടാതെ
ഒന്നിപ്പോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ മംഗളങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.